MBBS സ്റ്റുഡൻ്റായ വിസ്മയ്ക്ക് ഒരുപക്ഷെ ഈ പ്രോസസ്സിന്റെ നിയമവശങ്ങൾ അറിയില്ലായിരിക്കും. പക്ഷെ മെഡിക്കൽ പ്രോസസ്സിങ് മനസ്സിലാവും. വാടകയ്ക്ക് ഗർഭപാത്രം നൽകാൻ തയ്യാറാക്കുന്ന സ്ത്രീ ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛനായ പുരുഷനുമായി ശരീരം പങ്കുവെക്കണ്ട. പരസ്പരം കാണേണ്ട കാര്യം പോലുമില്ല. മാത്രമല്ല, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സങ്കടം തീർത്തു കൊടുക്കാനുള്ള മനുഷ്യത്വം മഹത്വപരമായ നന്മയാണെന്ന് വിസ്മയം മനസ്സിലാക്കുമെന്നാണ് എന്റെ വിശ്വാസം. വിസ്മയൊന്നും പറഞ്ഞില്ല. മാഡം പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ശരിയാണ്, ഇതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ മെഡിക്കൽ വശങ്ങൾ കുറച്ചൊക്കെ അറിയുകയും ചെയ്യാം. ഇവിടെ ഒരൊറ്റ ചോദ്യമേ എനിക്കുള്ളൂ. എന്റെ പ്രായത്തില് നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സ്വന്തം മകളെ വിട്ടുകൊടുക്കുമായിരുന്നോ? അതിപ്പോ എനിക്ക് നന്നായിട്ട് ആലോചിക്കേണ്ടി വരും. എന്നാ എനിക്ക് ഒട്ടും ആലോചിക്കാനില്ല. എന്റെ ഉത്തരം നോ എന്നാണ്. മോളെ, ഞാൻ പറയുന്നത് നോ മീൻസ് നോ. ഞാനും നിങ്ങളും ഒരു സ്ത്രീയാണ്. നിങ്ങൾ നൊന്ത് പ്രസവിക്കുന്ന കുഞ്ഞിനെ കുറച്ച് കൂടുതൽ കാശ് കിട്ടിയ മറ്റൊരു കുടുംബത്തിന് കൊടുത്ത് എന്നേക്കുമായി നിങ്ങൾ മടങ്ങിപ്പോവോ? മോളെ, ഇത് പക്ഷേ ഒരു പക്ഷേയുമില്ല. നോ മീൻസ് നോ. ദാറ്റ്സ് ഓൾ. നിൽക്ക്. ചേച്ചി, നീ ഒന്ന് വരൂ. ഈ കുട്ടിയെ തിരിച്ചുകൊണ്ടാക്കണം. ശരി. എനിക്കൊരു കൂട്ടും വേണ്ട. ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് വഴി അറിയാം. ഇപ്പം നിനക്ക് തിരിച്ചു പോകാം. പക്ഷേ നിന്റെ ചേട്ടൻ ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങില്ല. ഒരിക്കലും. ഇപ്പം നിനക്ക് നോ പറയാം. പക്ഷെ നിന്റെ ചേട്ടന്റെ ഭാര്യ ഒരനാഥ കുഞ്ഞിനെ പ്രസവിക്കും. ഇപ്പം നിനക്ക് നോ പറയാം. പക്ഷേ അലക്സി എന്ന പ്രതികാരദാഹി വീണ്ടും വീണ്ടും ദ്രോഹിക്കുമ്പോ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് നാളെ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷെ മിടുക്കിയായ നിന്റെ അനിയത്തി പഠിക്കാനൊരു സഹായം കിട്ടാതെ നിരാശയായി വല്ല ഡ്രഗ് അഡിക്റ്റുമായി മാറും. ഇപ്പൊ നിനക്ക് നോ പറയാം. പക്ഷേ കുടുംബം ഒന്നാകെ കൺമുന്നിൽ നശിക്കുന്നത് കണ്ട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആരോഗ്യം തകർന്ന് വല്ല അനാഥാലയത്തിലും കിടന്ന് ചാവും. പോട്ടെ, എല്ലാത്തിനും ഒരു ഉത്തരേ ഉള്ളൂ. ദേ ഈ പണം.
അത് നിനക്ക് ഞങ്ങൾ തരും. നീ നിന്റെ നോ തിരുത്തി യെസ് പറയണമെന്ന് മാത്രം. ഉടൻ എങ്ങനെയെങ്കിലും ആ കാശ് സംഘടിപ്പിച്ച് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് കൈവിലങ്ങുമായി വീണ്ടും വരേണ്ടി വരും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.